നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ഞായറാഴ്ചയിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ മാർക്കറ്റിലുള്ള പ്രധാന ചർച്ചാ വിഷയം ഇന്ത്യ പാകിസ്ഥാൻ വാർ നടക്കുമോ, അത് മാർക്കറ്റിനെ എങ്ങനെ നെഗറ്റീവായിട്ട് സ്വാധീനം ചെലുത്തുമെന്നുള്ളതാണ്. എല്ലാ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ എല്ലാവരും വളരെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെയധികം ഭീതിയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം. വളരെ റീസെൻ്റ് ആയിട്ടാണ് മാർക്കറ്റിൽ ഡൊണാൾഡ് ട്രംപ് താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചത്. ഈ ഒരു സമയത്ത് മാർക്കറ്റ് ഇടിയും അല്ലെങ്കിൽ മാർക്കറ്റ് വളരെയധികം ക്രാഷാവും, ഇന്ത്യൻ മാർക്കറ്റ് താഴെ പോകും എന്നുള്ള രീതിയിൽ പല അഭ്യൂഹങ്ങളും പരന്നിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ആദ്യമേ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ്, ഓൾറെഡി തന്നെ ചൈനയെ വളരെ വലിയ തോതിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. കൂടാതെ ചൈനയിൽ വേജസ് കുറവായതുകൊണ്ട് തന്നെ കമ്പനീസ്, ടെസ്ല, ആപ്പിൾ പോലെയുള്ള കമ്പനീസിൻ്റെ മേജർ മാനുഫാക്ചറിങ് നടക്കുന്നത് ചൈനയിൽ നിന്നാണ്. അതുമാത്രമല്ല, ലോകത്തിൽ നടത്തുന്ന ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ചൈനയിലാണ്. ഏകദേശം 40% ആണ് ചൈനയിൽ നടക്കുന്ന മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. കൂടാതെ തന്നെ ചൈനയെ സംബന്ധിച്ച് ഇപ്പോൾ മാർക്കറ്റ് മാത്രമല്ല ഉള്ളത്, ആഫ്രിക്കൻ മാർക്കറ്റും ചൈനയ്ക്കുണ്ട്. ആഫ്രിക്കയിലെ ഒരുപാട് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചൈന നടത്തപ്പെടുന്നുണ്ട്. ഈവൻ പാകിസ്ഥാനിലും ശ്രീലങ്ക പോർട്ടിലും ചൈനയ്ക്ക് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ മെയ്ക്ക് ഇൻ അമേരിക്ക ഇപ്പോൾ വലിയ തോതിൽ വേജസ് യുഎസിലുണ്ട്. കൂടാതെ തന്നെ യുഎസിനെ സംബന്ധിച്ച് അവിടുത്തെ പലിശ നിരക്കുകളിലെല്ലാം തന്നെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ്, ജെറോം പൗലായിട്ടൊക്കെ അവരുടെ സമ്മതം വേണം, സെൻട്രൽ ബാങ്കിന്റെ സമ്മതം വേണം. ചൈനയിൽ അതല്ല ഉള്ള സ്ഥിതി. ചൈനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അവിടുത്തെ ഗവൺമെന്റിന് അവിടുത്തെ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താം, പോളിസീസിലെല്ലാം തന്നെ ചേഞ്ച് ചെയ്യാം. പക്ഷേ യുഎസിൽ അങ്ങനെയല്ല. ഒരു ഡെമോക്രാറ്റിക് രാജ്യമായിട്ടുള്ള യുഎസിൽ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അവിടെ പല കടമ്പകൾ കടന്നു വേണം പോകാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി യുഎസിന് ഇല്ല, എന്നാൽ ചൈനയ്ക്ക് ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ഫിയറൊക്കെ പരുത്തിയതിനു ശേഷം ഒന്ന് അഴിയുമെന്നുള്ളതായിരുന്നു നമ്മൾ ചാനലിൽ ആദ്യം മുതലേ തന്നെ നമ്മൾ ചർച്ച ചെയ്തു പോയിരുന്ന ഒരു കാര്യം. ഏറെക്കുറെ അതിന് സമാനമായ രീതിയിൽ ഡൊണാൾഡ് ട്രംപ് 90 ദിവസത്തെ പോസ് കൊടുത്തു. പിന്നീട് ചൈനയായിട്ടൊക്കെ വിട്ടുവീഴ്ചക്കൊക്കെ തയ്യാറായി. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം വരെ നടന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ വെളിപ്പെടുത്തി. അപ്പോൾ ആ ഒരു കാര്യം എന്താ നമ്മൾ സൂചിപ്പിക്കുന്നത്, എവിടെയാണോ വലിയ ശക്തിയുള്ളത് ആ ശക്തിയായിരിക്കും ജയിക്കാനുള്ള സാധ്യത. അല്ല ആക്ച്വലി വലിയ ശക്തി. മാനുഫാക്ചറിംഗ് രംഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ചൈനയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ഇഷ്യൂ ഉള്ളത്. വലിയ ശക്തി ആരാണ്? ഇന്ത്യയാണ് വലിയ ശക്തി. അത് ലോക രാജ്യങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിനു മുമ്പുള്ള കാർഗിൽ വാറിൽ പാകിസ്ഥാൻ സ്പെൻഡ് ചെയ്തത് ഏകദേശം $1.5 ബില്യൺ. ഇപ്പോഴത്തെ ആ ഒരു എക്സ്പ്ലനേഷൻ, ആ ഒരു റേറ്റ് വെച്ചിട്ട് ഇപ്പോൾ അത് എത്രയോ ബില്യൺ വേണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു യുദ്ധത്തിൽ ഏർപ്പെടാനായിട്ട്. ആ ഒരു യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനിലെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉയർന്നു, ഇൻഫ്ലേഷൻ കുത്തനെ കൂടി. ഈ ഒരു അവസരത്തിൽ പാകിസ്ഥാൻ ഒരു യുദ്ധത്തിനൊന്നും തയ്യാറാനുള്ള സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല. കാരണം ഓൾറെഡി തന്നെ പട്ടിണി കൊണ്ടും ഇൻഫ്ലേഷൻ കൊണ്ടും രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊണ്ടും നട്ടം തിരിയുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി അതല്ല. കറിവാളിന് ശേഷം ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സൈനിക ശക്തിയായും അല്ലെങ്കിൽ അതിവേഗം വളരുന്ന ഒരു രാജ്യമായിട്ടും ഇന്ത്യ മാറിയിട്ടുണ്ട്. പാകിസ്ഥാനാവട്ടെ നേരെ താഴേക്ക് കൂപ്പുകുത്തി. അതുമാത്രമല്ല, ലോക രാജ്യങ്ങളുടെ പിന്തുണ ഇപ്പോൾ ഇന്ത്യക്കാണുള്ളത്. ഉൾപ്പെടെയുള്ള, റഷ്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ഇന്ത്യക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇരു രാജ്യങ്ങളും റിട്ടാലിയേഷൻ എല്ലാം തന്നെ നടത്തി. വിസ നിയന്ത്രണം അല്ലെങ്കിൽ വിസ പൗരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുക, ബോർഡറുകൾ അയക്കുക, അടച്ചിടുക, നയതന്ത്ര ബന്ധങ്ങളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇനീഷ്യലി നമ്മൾ കണ്ട കാര്യം. പിന്നെ നമ്മൾ സൈനിക ആക്ടിവിറ്റീസ് എല്ലാം തന്നെ വർദ്ധിപ്പിച്ചു. അല്ലെങ്കിൽ നമ്മൾ സൈനിക ശക്തി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഷിപ്പിൽ നിന്നും പ്രഹരിക്കാൻ പറ്റുന്ന മിസൈലിൻ്റെ എല്ലാം തന്നെ പരീക്ഷണം ഇന്ത്യ നടത്തി. പാകിസ്ഥാൻ അതുപോലെ തന്നെ സർഫസ് മിസൈലിൻ്റെ പരീക്ഷണം അവരും നടത്തി. എന്നാൽ വീണ്ടും അത് യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ചിന്ത പലവർക്കും ഉണ്ടാവാം. അപ്പോൾ അവിടെയാണ് ഇന്ത്യ വളരെ നയതന്ത്രപരമായിട്ട് നമ്മുടെ സിന്ധു നദീതട കരാറിൽ നിന്ന് റദ്ദാക്കിയിട്ടുള്ളത്. പാകിസ്ഥാനും ഷിംല കരാറിൽ നിന്നും റദ്ദാക്കി. അപ്പോൾ ഇതും ഒരു വാർ പോലെയാണ്. എന്താണ് സിന്ധു നദീജട ആ ഒരു കരാറിൽ നിന്ന് ഇന്ത്യ ആ കരാർ റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാന് സംഭവിക്കാൻ പോകുന്നത്? ഈ ഒരു ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒരു 6 നദികളാണ് പ്രധാനമായിട്ടും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത്. ഇതിൽ 3 നദികളുടെ ഏറെക്കുറെ വളരെ നിയന്ത്രണം പാകിസ്ഥാന് കൊടുക്കുന്ന ഒരു കരാറായിരുന്നു 1960 സൈൻ ചെയ്ത ഈ ഒരു കരാറ്. ഈ ഒരു കരാറ് പ്രകാരം ഈ ഒരു നദീതടത്തിൻ്റെ ഫ്ലോയിലെല്ലാം തന്നെ ഇന്ത്യ ഇടപെടില്ല, അല്ലെങ്കിൽ ഈ ഫ്ലോനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ പോലും പാകിസ്ഥാന് കൈമാറണം എന്നുള്ള രീതിയിൽ ഇരു രാജ്യങ്ങളും കൃത്യമായിട്ട് തന്നെ സമ്മതപ്രകാരം മുന്നോട്ട് പോയിട്ടുള്ള ഒരു കരാറായിരുന്നു. പക്ഷേ ഈ ഒരു നദി
പാകിസ്ഥാന്റെ GDP-യുടെ ഏകദേശം 25% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വളരെ വരണ്ട പ്രദേശമുള്ള പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാന്റെ ഏകദേശം 60% ആളുകളും ഈ കൃഷിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നേരെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടുത്തെ GDP-യുടെ 25% ഈ കൃഷി അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു നദി, ഇപ്പം ഈ ഒരു നദിയുടെ ആ ഒരു കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുമ്പോൾ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വെള്ളം കൂടി മുട്ടും എന്ന് വേണം പറയാൻ. കൃഷി മാത്രമല്ല, മറ്റുള്ള എല്ലാ പാകിസ്ഥാനിൽ നിന്ന് അവിടുത്തെ ബസ്മതി റൈസൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കാർഷിക മേഖല തന്നെയാണ് പാകിസ്ഥാന്റെ നട്ടെൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ നട്ടെൽ ഒടിക്കുന്ന രീതിയിലായിരിക്കാം ഇന്ത്യയുടെ ഒരു നയം എന്ന് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനെ വീർപ്പ് മുട്ടിക്കും. കാരണം ഓൾറെഡി തന്നെ ഈ രീതിയിൽ ഇന്ത്യ ചെയ്താൽ, ഇന്ത്യ ആ ഒരു കരാറിൽ നിന്ന് റദ്ദായി, അതിനർത്ഥം ഇന്ത്യക്ക് ഇപ്പോൾ ആ ഒരു നദിയിൽ ആ ഒരു ഫ്ലോനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഡാമുകൾ ചെയ്യാം, കൺസ്ട്രക്ട് ചെയ്യാം, കനാലുകൾ കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ അതുവഴി പാകിസ്ഥാന് വെള്ളം കിട്ടാതാകുമ്പോൾ അവിടെ ഇന്ത്യണിൽ തന്നെ ഓൾറെഡി നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രീയം വളരെയധികം പ്രബുഷിതമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ്. അപ്പോൾ ഇന്ത്യണിൽ തന്നെ അവിടെ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയും. അത്തരത്തിൽ അവിടെ വിഘടിക്കും. അത്തരത്തിൽ അവിടെ ഇന്റേണൽ വാർ നടക്കുമെന്നുള്ളത് നമുക്ക് ഏറെക്കുറെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് മാറ്റി നിർത്തിയാൽ പോലും ഈ ഒരു നദിയുടെ ഇൻഫർമേഷൻസ്, ഫ്ലോനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് പാകിസ്ഥാന് കൈമാറിയില്ലെങ്കിൽ അവിടെ വരൾച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഫ്ലഡ് സംബന്ധമായിട്ടുള്ള മുൻകരുതൽ തന്നെ ചെയ്യാനോ പാകിസ്ഥാനും പറ്റില്ല. അപ്പോൾ ഇതൊരു പാകിസ്ഥാനെ വലിയ രീതിയിൽ സീവിയറായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു സിന്ധു നദീജട കരാറിൽ നിന്ന് ഇന്ത്യ റദ്ദാക്കിയിട്ടുള്ളത്. പകരം പാകിസ്ഥാൻ റിട്ടാലിയേഷൻ ചെയ്തിട്ടുള്ളത് എന്താണ്? അത് വളരെയധികം അസംബന്ധമായിട്ടുള്ള ഈ ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ റദ്ദാക്കി. എന്താ ഷിംല കരാർ? ഷിംല കരാർ എന്ന് പറയുന്നത് വെടിനിർത്തൽ തുടരുന്നത് റദ്ദാക്കുകയാണ്. വെടിനിർത്തൽ ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യക്ക് വളരെ ഈസി ആയിട്ട് ഫയർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കാശ്മീർ പ്രശ്നം ഏകപക്ഷീയമായിട്ട് ചർച്ച ചെയ്യണം എന്നുള്ളതായിരുന്നു ഷിംല കരാർ. അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ സമ്മതത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ ഭാഗികമായി പാകിസ്ഥാൻ സമ്മതം നടത്തിയ പോലെയാണ് ഇന്ത്യക്ക് വളരെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും, ഒരു ഇന്റർനാഷണൽ എതിർപ്പുകളെല്ലാം തന്നെ അവഗണിച്ച്. അപ്പോൾ ഓൾറെഡി തന്നെ ഇന്ത്യ ആവശ്യപ്പെടുന്നത് ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ആവശ്യം മുൻനിർത്തി ഇന്ത്യ എന്ത് ചെയ്താൽ പോലും നമുക്ക് ഇന്റർനാഷണലി പരിപൂർണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ, പാകിസ്ഥാൻ ഒരു യുദ്ധത്തിന് ഈ ഒരു അവസരത്തിൽ മുതിരില്ല. അപ്പോൾ ഇപ്പോൾ കാണുന്ന യൂട്യൂബിൽ കാണുന്ന ഭീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ന്യൂസുകളും വീഡിയോസും എല്ലാം തന്നെ നമ്മൾ ആ ഒരു സെൻസിൽ എടുക്കുക. ഇതാണ് ആക്ച്വലി റിയാലിറ്റി എന്ന് പറയുന്നത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഫൈൻഡിങ് ഒന്നുമല്ല, റിസർച്ച് പ്രകാരം നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഗ്ലോബൽ നമ്മൾ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നിഫ്റ്റി 100 പോയിന്റ് അപ്പായിട്ടുണ്ട്. ഈ ഒരാഴ്ച US നിന്ന് കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ വരുന്നുണ്ട്. ഡേറ്റ് അവിടെ കാണാം. ഏപ്രിൽ 29. ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഏപ്രിൽ 28. ഏപ്രിൽ 30 ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്, ചൈനയുടെ മാനുഫാക്ചറിങ്, ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ, US ഫണ്ടിന്റെ ഇൻഫ്ലേഷൻ. മെയ് 1 ഇന്ത്യൻ മാർക്കറ്റ് അവധിയാണ്. ഏറ്റവും താഴെ കാണാൻ മഹാരാഷ്ട്ര ഹോളിഡേ. ചൈന സ്വാഭാവികമായിട്ടും തൊഴിലാളി ദിനം കാരണം 2 ദിവസം അടുപ്പിച്ച അവധിയാണ്. മെയ് 2 നോ ഫാം പേറോൾ ഡേറ്റ വരുന്നുണ്ട്. ഇനി കമ്പനികളുടെ ഡിവിഡൻഡിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ HCL ടെക് റെക്കോർഡ് ഡേറ്റ് ഏപ്രിൽ 28, 18 രൂപ ഡിവിഡൻഡ്. 361 വാം കമ്പനി ഏപ്രിൽ 29 6 രൂപ ഡിവിഡൻഡ്. ടാൻല പ്ലാറ്റ്ഫോം ഏപ്രിൽ 30 ഡിവിഡൻഡ് 6 രൂപ. റെക്കോർഡ് ഡേറ്റ് ആണ് കാണുന്നത്, ഡിവിഡൻഡിന്റെ എമൗണ്ട് ആണ് കാണുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ജറ്റ് ടാബിലുണ്ട്. നമ്മുടെ ഗ്ലോബൽ ഈവന്റും ട്രേഡ് ബഡ്ജറ്റ് ടാബിലുണ്ട്. ഇനി IPOയിലൊക്കെ വരാണെങ്കിൽ ഏതർ എനർജി IPO ഏപ്രിൽ 28 മുതൽ ഏപ്രിൽ 30 വരെയാണ് ഈ ഒരു IPO ഉള്ളത്. ഇഷ്യൂ പ്രൈസ് ഉള്ളത് 304 രൂപ, 321 രൂപ. അപ്പോൾ റീറ്റെയിലേഴ്സ് എല്ലാം തന്നെ കട്ട് ഓഫ് പ്രൈസ് ക്ലിക്ക് ചെയ്യുക. ഒറ്റ ലോട്ട് മാത്രം അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കാരണം 2 ലോട്ടൊന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നല്ല IPO ആണെങ്കിൽ കിട്ടാനാണെങ്കിൽ 1 ലോട്ട് കിട്ടും. മോശം IPO ആണെങ്കിൽ നമുക്ക് എല്ലാ ലോട്ടും കിട്ടുന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാൻ US വിക്സ് ക്രാഷ് ആയതു, കൂൾ ഡൗൺ ചെയ്തു 5%. നാസ്ഡാക്ക് കഴിഞ്ഞു. ഡോ, FTSE, CAC 40 ഡാക്സ് എല്ലാം തന്നെ വളരെ കൂൾ ഡൗൺ ആയ രീതിയിൽ US മാർക്കറ്റ് അവസാനിച്ചു. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഗ്ലോബൽ മാർക്കറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നിഫ്റ്റി പറയുകയാണെങ്കിൽ 100 പോയിന്റ് അപ്സൈഡ് ആണ് ഉള്ളത്. ഇനി എല്ലാ ആൾക്കാരും കാത്തിരുന്ന റിലയൻസിന്റെ റിസൾട്ട് എല്ലാം തന്നെ വന്നു. റിലയൻസ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 2% ഗ്രോത്ത് എല്ലാം തന്നെ അവർ കൊണ്ടുവന്നു. ജിയോയും പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളത്. കൂടാതെ തന്നെ ഡിവിഡൻഡ് റിലയൻസ് പ്രഖ്യാപിച്ചു 5 രൂപ 50 പൈസ. സെൻസാർ ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 2% ഉയർന്നു. കൂടാതെ തന്നെ സെൻസാർ ടെക് ഇവരുടെ
റവന്യൂ ഗ്രോത്തും 11% ഒരു വർധനവുണ്ടായി. IDFC ഫസ്റ്റ് ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഫോൾ ആയിട്ടുണ്ട്, 58% നെറ്റ് പ്രോഫിറ്റ് ഫോൾ ആയി. അപ്പോൾ ഇനി ഇത് പ്രശ്നങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഇന്ത്യയോ പോലെയുള്ള നമ്മളുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ തന്നെ പോകുന്ന ഫ്ലൈറ്റ് എല്ലാം തന്നെ പാകിസ്ഥാൻ ജയ്പൂരെല്ലാം തന്നെ കടന്ന് പാകിസ്ഥാനിലൂടെയാണ് മിഡിൽ ഈസ്റ്റിലൊക്കെ എല്ലാം തന്നെ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബോർഡറുകൾ അടയ്ക്കുമ്പോൾ സ്കൈ ബോർഡർ അടയ്ക്കും. അപ്പോൾ അതിന് പ്രകാരം ഇപ്പോൾ ആ ഫ്ലൈറ്റിലെല്ലാം തന്നെ കറങ്ങി തിരിഞ്ഞ് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ചാർജ് ഉയരും. കൂടാതെ തന്നെ കാശ്മീരിൽ നിന്ന് നമുക്ക് വളരെ റീസെൻ്റ് ആയിട്ട് വളരെ വലിയ തോതിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ വന്നതായിരുന്നു. കാരണം ഇതുവരെ ടൂറിസ്റ്റുകൾക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ വളരെയധികം കോൺഫിഡൻസ് ആയിട്ട് പോയിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതുവഴി നമുക്ക് വളരെ വലിയ തോതിൽ ടൂറിസ്റ്റ് എമൗണ്ട് കൈവരിക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ അതുവഴി ആ ഒരു ടൂറിസ്റ്റ് നിന്നുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് കുറയും. പിന്നെ ഈ ഒരു ഇൻഡിഗോ പോലെയുള്ള എയർലൈൻസ് കമ്പനികൾക്ക് അധിക ചിലവുണ്ടാവും, ടിക്കറ്റ് പ്രൈസ് ഉയരും. കൂടാതെ തന്നെ ഈ മാർക്കറ്റിൽ വിക്സ് ഉയരും, പ്രശ്നങ്ങളും ചാഞ്ചാട്ട സാധ്യതകളുടെ വിക്സ് ഉയരും. അപ്പോൾ എനിവേ ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത്. മാർക്കറ്റ് ഇടിയും, നിഫ്റ്റി ക്രാഷായും, യുദ്ധം വരുന്നേ, അങ്ങനെയുള്ള രീതിയിലുള്ള വീഡിയോസ് എല്ലാം തന്നെ ആ ഒരു സെൻസിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. കാര്യങ്ങൾ സ്വയമായിട്ട് നമ്മൾ പല ന്യൂസുകളും പല കാര്യങ്ങളും കാണുക. നമ്മളുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഇതെല്ലാം തന്നെ റീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.